ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ക്രേസി ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ഫ്ലാറ്റ് ബേസ് ഇയറിംഗ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. ട്രഡീഷണൽ ഔട്ട്ഫിറ്റിൻ്റെ കൂടെയൊക്കെ നല്ല മാച്ചിങ് ആയിട്ട് ഇടാൻ പറ്റിയ ഇയറിംഗ് ആണിത്. അതിനായിട്ട് ആദ്യം ഫ്ലാറ്റ് ബേസാണ് എടുത്തത്. നമുക്ക് ഏത് കളറായാലും മതി. മീഡിയം സൈസ് ബേസാണ് എടുത്തിരിക്കുന്നത്. പിന്നെ പിസ്ത ഗ്രീൻ കളർ സിൽക്ക് ത്രെഡാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഡെക്കറേഷന് വേണ്ടിയിട്ട് പേൾ ചെയിൻ, വൈറ്റ് പേൾ ചെയിൻ, ഗോൾഡൻ ബോൾ ചെയിൻ, പിന്നെ കുറച്ച് ബീഡ്സ്, ഗോൾഡൻ ബീഡ്സ് മീഡിയം സൈസും നല്ല എക്സ്ട്രാ സ്മോൾ സൈസുമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് പ്ലെയേഴ്സ് എടുത്തിട്ടുണ്ട്, ഫാബ്രിക് ഗ്ലൂ, ജംറിങ് എടുത്തിട്ടുണ്ട്. പിന്നെ ഹാഫ് സൈഡഡ് വൈറ്റ് ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു നീഡിൽ എടുത്തിട്ടുണ്ട്, ഒരു സിസറ്, ക്യാൻവാസ് പേപ്പർ കട്ടിങ് എടുത്തിട്ടുണ്ട്. പിന്നെ ഫ്ലാറ്റ് സ്റ്റഡ് ബേസാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ബോർഡും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ത്രെഡ് ചുറ്റുന്നതാണ്. നമ്മൾ എടുത്തു വച്ചേക്കുന്ന ബോർഡിൽ ഇതുപോലെ ഒരു 40 ടൈംസ് ചുറ്റുന്നുണ്ട്. ഇപ്പോൾ ഫ്ലാറ്റ് ബേസ് ആയതുകൊണ്ട് തന്നെ നമുക്കതിൽ നല്ല രീതിയിൽ കട്ടിക്ക് ചുറ്റിയെടുക്കേണ്ടി വരും. ചുറ്റിയതിന് ശേഷം ഇതുപോലെ ചേർത്ത് പിടിച്ച് കട്ട് ചെയ്യണം. എന്നിട്ട് ലെങ്ത് കുറഞ്ഞ ത്രെഡ് നമ്മൾ മാറ്റണം, അല്ലെങ്കിൽ ഇത് ചുറ്റുമ്പോഴത്തേക്കും പിരുന്ന് വന്നിരിക്കുക. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് മാറ്റുന്നത്. എന്നിട്ട് രണ്ട് എൻഡിലും ഇതുപോലെ ഗ്ലൂ നല്ലതുപോലെ തേച്ച് ഒട്ടിച്ച് വയ്ക്കണം. നമ്മൾ ബേസിൽ ഒട്ടിക്കുന്ന എൻഡിൽ കുറച്ച് ഗ്ലൂ ഇട്ട് സ്റ്റിക്ക് ചെയ്ത് വെച്ചാൽ മതി. അതിൻ്റെ അടുത്ത എൻഡ് എന്ന് പറയുന്നത് ഇതുപോലെ കൂടുതൽ ഗ്ലൂ ഇട്ട് സ്റ്റിക്ക് ചെയ്ത് വയ്ക്കണം. അല്ലെങ്കിൽ നമ്മൾ ചുറ്റി എടുക്കുമ്പോഴത്തേക്ക് പിരിന്നു പോകും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബേസിൽ ഒട്ടിക്കുന്ന ഭാഗത്ത് കുറച്ച് ഗ്ലൂവേ ഇട്ടിട്ടുള്ളൂ. കാരണം നമ്മൾ ബേസിൽ ഒട്ടിക്കുമ്പോഴും കുറച്ച് നല്ല രീതിയിൽ തന്നെ ഗ്ലൂ ചേർക്കുന്നുണ്ട്. ഇതുപോലെ ബേസിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ നിന്ന് എടുക്കാതെ സൈഡിൽ നിന്ന് വേണം തുടങ്ങാൻ. നമ്മൾ സെൻറ്ററിൽ നിന്നാകുമ്പോഴത്തേക്കും ഒരു ഭംഗി കാണത്തില്ല, കയറി ഇറങ്ങിയൊക്കെ ഇരിക്കും. സൈഡിൽ നിന്നാകുമ്പോഴേ കറക്റ്റ് നമുക്ക് ചുറ്റിയെടുക്കാൻ പറ്റൂ. ബേസിൽ ഒട്ടിച്ചതിന് ശേഷം ഇതുപോലെ ഡ്രൈ ആവാൻ മാറ്റി വയ്ക്കണം. ആ സമയത്ത് നമുക്ക് സ്റ്റഡിന് വേണ്ടിയിട്ടുള്ളത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ ക്യാൻവാസ് പേപ്പർ എടുക്കുകയാണ്. 2 ക്യാൻവാസ് പേപ്പർ എടുത്തിട്ടുണ്ട്. കുറച്ച് വീതിക്ക് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് രണ്ടിലും ഹാഫ് സൈഡഡ് ബീഡ്, അതാണ് ആദ്യം വെച്ചെടുക്കുന്നത്. സെൻറ്ററിൽ നമ്മൾ പേൾ ബീഡാണ് വയ്ക്കുന്നത്. ബീഡ് വെച്ചതിന് ശേഷം ഫസ്റ്റ് ലെയറായിട്ട് നമ്മൾ ബോൾ ചെയിനാണ് വയ്ക്കുന്നത്. ഗോൾഡൻ ബോൾ ചെയിനാണ് വയ്ക്കുന്നത്. ചുറ്റും ഇതുപോലെ ഗ്ലൂ തേച്ചിട്ട് ചെയിൻ ചുറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇൻ കേസ് അത് പാടാണെങ്കിൽ ഫസ്റ്റ് തന്നെ നമുക്ക് കറക്റ്റ് ലെങ്തിൽ കട്ട് ചെയ്തിട്ട് പിന്നെ ഗ്ലൂ ഇട്ട് ഒട്ടിച്ചാലും മതി. എനിക്കിതാണ് എളുപ്പമായിട്ട് തോന്നിയത്, അതാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് പോയിൻ്റുള്ള ഇതുപോലെ നീഡിൽ വെച്ച് അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. സെക്കൻഡ് ലെയറായിട്ട് ഞാൻ ചെയ്യുന്നത് പേൾ ചെയിനാണ്. വൈറ്റ് പേൾ ചെയിനാണ് ഞാൻ ചെയ്യുന്നത്. അതും സെയിം ഞാൻ ഫസ്റ്റ് ലെയർ ചെയ്ത കണക്ക് തന്നെ കറക്റ്റ് അതിൻ്റെ സൈസിൽ ചുറ്റി വച്ചിട്ട് പിന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ 2 ലെയർ മാത്രമേ സ്റ്റഡിന് ചെയ്യുന്നുള്ളൂ. ഇതുപോലെ 2 ക്യാൻവാസ് പേപ്പറിലും ചെയ്യുന്നുണ്ട്. ഇനി ഇത് രണ്ടും ഡ്രൈ ആവാൻ മാറ്റി വയ്ക്കണം. അപ്പോഴത്തേക്കും നമ്മൾ ബേസ് നല്ല ഡ്രൈ ആയി കഴിഞ്ഞു. ഇനി നമുക്കിതെങ്ങനെ ചുറ്റുന്നതെന്ന് കാണിക്കാം. നമ്മൾ ജിമിക്കയിലൊക്കെ ചെയ്യുന്ന സെയിം മെത്തേഡിൽ തന്നെ നമ്മൾ ചുറ്റിയെടുക്കുന്നത്. ഇതുപോലെ അകത്തൂടെ എടുത്ത് നമ്മൾ ഈ ഒരു ചൂണ്ടുവിരലില്ലേ അത് വെച്ച് ഒന്ന് ടൈറ്റ് ചെയ്ത് പിടിച്ച് എന്നിട്ട് വേണം അകത്തൂടെ എടുക്കുക. എന്നാൽ നല്ല ടൈറ്റായിട്ട് ഇരിക്കും. അടുത്തത് ചുറ്റുമ്പോഴും ഇതുപോലെ നല്ല ടൈറ്റ് ചെയ്ത് പിടിച്ച് ത്രെഡ് നല്ല ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് വേണം നമ്മൾ ചൂണ്ടുവിരൽ വിടാൻ. എന്നിട്ട് അതൊന്നും കൂടെ പിടിച്ച് എടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇതുപോലെ നല്ല ടൈറ്റായിട്ട് തന്നെ അവസാനം വരെയും പിടിച്ച് നമ്മൾ ചുറ്റിയെടുക്കണം.
എന്നാൽ മാത്രമേ നല്ല വൃത്തിയായിട്ട് കിട്ടത്തുള്ളൂ. അവസാനം ചുറ്റുന്ന ത്രെഡ് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് കറക്റ്റ് വെളി വരാത്ത രീതിയിൽ കറക്റ്റ് ലെങ്തിൽ തന്നെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയും ചെയ്യണം. എന്നിട്ട് ഗ്ലൂ ഇട്ട് നല്ല ഒട്ടിക്കണം. ഫ്രണ്ടിൽ കാണാത്ത രീതിയിൽ വേണം നമ്മൾ കട്ട് ചെയ്ത് ഇതുപോലെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. രണ്ടും ചുറ്റി നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി നമുക്കിതിൽ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് ലെയർ പേൾ ചെയിനാണ് വയ്ക്കുന്നത്. ഇതുപോലെ കറക്റ്റ് അളവ് എടുത്തിട്ട് കട്ട് ചെയ്തിട്ടാണ് ഒട്ടിക്കുന്നത്. സ്റ്റഡ് ചെയ്ത കണക്ക് നമ്മൾ ഫസ്റ്റ് ഗ്ലൂ ഇട്ട് നമുക്ക് ചുറ്റി ഒട്ടിച്ചാലും മതി. ഇത് സെക്കൻഡ് മെത്തേഡാണ്. ഫസ്റ്റ് അളവ് കറക്റ്റായി എടുത്തിട്ട് ഗ്ലൂ ഇട്ട് ഇതുപോലെ ഒട്ടിച്ചെടുക്കുന്നത്. ഈ രണ്ട് മെത്തേഡിൽ ചെയ്താലും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്ത് കിട്ടും. കറക്റ്റ് ഫുള്ളാണ് നമ്മൾ ചുറ്റി ഒട്ടിക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ആ ബേസിൻ്റെ മുകളിലത്തെ ഭാഗത്തൊരു ചെറിയ ഹോളുണ്ട്. അവിടെയാണ് സ്റ്റഡ് വയ്ക്കുന്നത്. അപ്പോൾ അതിന് കുറച്ച് താഴോട്ടായിട്ട് വേണം പേൾ ചെയിൻ ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. അടുത്ത ലെയർ ബോൾ ചെയിനാണ് വയ്ക്കുന്നത്. ഈ മെത്തേഡിൽ തന്നെയാണ് ബോൾ ചെയിൻ ഒട്ടിക്കുന്നത്. കട്ട് ചെയ്തിട്ട് ഗ്ലൂ ഇട്ട് ഒട്ടിക്കുക ചെയ്യുന്നത്. ഈ മുകളിൽ കാണുന്ന ഗ്യാപ്പിലാണ് നമ്മൾ സ്റ്റഡ് കവർ ചെയ്യുന്നത്. എന്നിട്ട് ഇതുപോലെ നീഡിൽ പിന്നോ എന്തെങ്കിലും വെച്ചൊന്ന് പ്രസ് ചെയ്ത് ഷേപ്പാക്കി വയ്ക്കണം. സ്റ്റഡ് നല്ല ഡ്രൈ ആയി കഴിഞ്ഞു. ഇനി അതിൻ്റെ സൈഡിൽ നിന്ന് ക്യാൻവാസ് പേപ്പർ ബാക്കി വന്നത് കട്ട് ചെയ്ത് വയ്ക്കുകയാണ്. ഇനി സ്റ്റഡ് ബേസ് ഒട്ടിക്കുന്നത് എങ്ങനെയെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്ന ക്യാൻവാസ് പേപ്പറിൻ്റെ പിറകിലായിട്ട് ഇതുപോലെ ഗ്ലൂ തേക്കുക. കറക്റ്റ് സെൻറ്ററിൽ തന്നെ തേക്കാൻ നോക്കണം. ഗ്ലൂ ഒഴിച്ചതിന് ശേഷം നമ്മൾ സ്റ്റഡ് ബേസ് അതിൽ ഒട്ടിച്ച് വെക്കണം. ഫ്ലാറ്റ് ബേസാണ് ഇതിലൊട്ടിച്ച് വയ്ക്കുന്നത്. കറക്റ്റ് സെൻറ്ററിലായിട്ട് തന്നെ ഒട്ടിച്ച് വയ്ക്കണം. ഇനി നമ്മൾ എക്സ്ട്രാ എടുത്ത് വെച്ചേക്കുന്ന ക്യാൻവാസ് പേപ്പറിൻ്റെ കറക്റ്റ് സെൻറ്ററിലായിട്ട് പിന്ന് വെച്ച് ഇതുപോലൊരു ഹോൾ ഇട്ടിട്ട് നമ്മൾ ബേസ് ഒട്ടിച്ച് വെച്ചേക്കുന്നില്ലേ ആ ഭാഗത്തേക്ക് കുറച്ചും കൂടി ഗ്ലൂ ഇതുപോലെ ഒഴിക്കണം. എന്നിട്ട് ആ നീഡിൽ കൂടി ആ ബേസിൻ്റെ നീഡിൽ കൂടി നമ്മൾ ഹോളിട്ട് വെച്ചേക്കുന്ന ക്യാൻവാസ് പേപ്പർ ഇട്ട് കൊടുക്കണം. ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ആ ഗ്ലൂ അവിടെ ഫുള്ള് സ്പ്രെഡ് ആയിക്കോളും. ആ സ്റ്റഡ് ഫുള്ള് സ്പ്രെഡ് ആയിക്കോളും. അത് കുറച്ച് നേരം ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം. പുറത്ത് തള്ളിയിരിക്കാനൊന്നും പാടില്ല. ഇതുപോലെ പ്രസ് ചെയ്ത് വയ്ക്കണം. ഹാങ്ങിങ് ഡിസൈനെല്ലാം ഡ്രൈ ആയി കഴിഞ്ഞു. ഇനി നമുക്കിതിൽ സ്റ്റഡ് ഇടുന്നതും അതിൽ ചെറിയ ഒരു ബീഡ് ഹാങ്ങിങ് ചെയ്യുന്നതും എങ്ങനെയെന്ന് കാണിച്ചു തരാം. അതിനായിട്ടൊരു ഹെഡ് പിൻ എടുത്തിട്ട് അതിൽ സ്മാൾ സൈസ് ബീഡ് ഗോൾഡൻ ബീഡ് ഇതുപോലെ ഇട്ട് കൊടുക്കണം. എംബ്രോയ്ഡറി ബീഡ് ആകുമ്പോഴത്തേക്കും കുറച്ച് വലിയ ഹോളായിരിക്കും. അതായിരിക്കും ഇതിലിടാൻ എളുപ്പം. പിന്നെ നമ്മൾ മീഡിയം സൈസിൽ ഒരു ഗോൾഡ് ബീഡും കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ടൈറ്റ് ചെയ്യുന്ന പ്ലെയർ എടുത്ത് ജസ്റ്റ് ഒന്ന് ആ നീഡിൽ ഒന്ന് വളച്ചു കൊടുക്കണം. ഇതുപോലെ വളച്ചിട്ട് റൗണ്ട് നോസ് പ്ലെയർ നമ്മൾ ഇതുപോലെ പിടിച്ചിട്ട് കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് കറക്കി കൊടുത്താൽ മതി. അപ്പോഴത്തേക്കും കറക്റ്റ് റൗണ്ടായി കിട്ടും. ഹാങ്ങിങ്ങിനുള്ള റൗണ്ടായി കിട്ടും. എന്നിട്ട് ബാക്കി വരുന്ന നീഡിൽ കട്ട് ചെയ്ത് മാറ്റണം. ഇത്രയേ ഉള്ളൂ. ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ഹാങ്ങിങ് റെഡിയായി. ഇത്രയേ ഉള്ളൂ നമ്മൾ ബീഡ് ഹാങ്ങിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഈ ബീഡ് ഹാങ്ങിങ് എങ്ങനെ കൊരുക്കുന്നതെന്ന് കാണിച്ചു തരാം. അതിനായിട്ട് ഒരു ജെം റിങ് എടുത്ത് അത് ചെറുതായിട്ടൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഹാങ്ങിങ് മെയിൻ ബേസിൻ്റെ കറക്റ്റ് സെൻറ്ററിലായിട്ട് മോൾ ഭാഗത്ത് കറക്റ്റ് സെൻറ്ററിലായിട്ടുള്ള ത്രെഡിൽ കൂടി ഇതുപോലെ കൊരുത്തെടുക്കണം. ഇതുപോലെ ത്രെഡിൽ കൊരുത്തെടുത്തതിന് ശേഷം നമ്മൾ ആ ഹാങ്ങിങ് അതിൽ ജസ്റ്റ് ഒന്ന് ഇട്ട് ആ ജെം റിങ് ഓപ്പണിങ് ഒന്ന് ടൈറ്റ് ചെയ്ത് അടച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ നമ്മൾ ബേസിൽ ഹാങ്ങിങ് ഇടാൻ വേണ്ടിയിട്ട്. ഇനി നമ്മളിതിൽ സ്റ്റഡ് ഇടുകയാണ്. അതിനായിട്ട് ഈ ബേസിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ തന്നെ ഒരു ഹോളുണ്ട്. അതിലാണ് നമ്മൾ സ്റ്റഡ് ഇടേണ്ടത്. നമ്മൾ സ്റ്റഡ് നല്ല ഡ്രൈ ആയി കഴിഞ്ഞു. സ്റ്റഡ് ബേസൊക്കെ നല്ല ഡ്രൈ ആയി. ഇനി കറക്റ്റ്
ക്യാൻവാസ് പേപ്പർ കട്ട് ചെയ്തെടുക്കുകയാണ്. കറക്റ്റ് ആ റൗണ്ടിന് തന്നെ കട്ട് ചെയ്തെടുക്കണം. ബേക്കിൽ വേണമെങ്കിൽ നമുക്ക് ഗോൾഡൻ കളർ നെയിൽ പോളിഷോ പെയിൻറ്റോ ഫാബ്രിക് പെയിൻറ്റൊക്കെ കിട്ടത്തില്ലേ, അതൊക്കെ അടിച്ചു കൊടുക്കാം. അതൊക്കെ കുറച്ചും കൂടി ഭംഗിയായിട്ടിരിക്കും. ഇനി സ്റ്റഡ് ആ സെൻറ്ററിലെ ഹോളിൽ കൂടി ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ ഫ്ലാറ്റ് ഇയറിങ് റെഡിയായി കഴിഞ്ഞു. ട്രഡീഷണൽ ഔട്ട്ഫിറ്റിൻ്റെ കൂടെയൊക്കെ നല്ല മാച്ചിങ് ആയിട്ട് ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റിയ ഇയറിംഗ് ആണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ കൂട്ടുകാരെ, ബൈ.